നമസ്കാരം. നേപ്പാളിനെ വൻ കെണിയിൽ വീഴ്ത്താനുള്ള ചൈനയുടെ ചതി ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന പാർലമെന്ററി യോഗത്തിൽ നേപ്പാളി കോൺഗ്രസിലെ നിയമനിർമ്മാതാക്കൾ BRI വായ്പകൾക്കെതിരെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രതിപക്ഷ നിയമസഭാംഗവും മുൻ വിദേശകാര്യമന്ത്രിയുമായ നാരായൺ പ്രകാശ് സൗദ് ഹൌസ് സെഷനിൽ സംസാരിക്കവേ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പ്രകാരം വായ്പ എടുക്കരുത് എന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. നേപ്പാളിന് മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഗ്രാന്റുകൾ സ്വീകരിക്കണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. വായ്പകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവ എടുക്കേണ്ടത് ആവശ്യകത നിർണ്ണയിക്കുന്ന മുൻഗണനകളുണ്ട്. സാധ്യതയുള്ള പദ്ധതികൾ ഉണ്ടായിരിക്കണം. സാമ്പത്തികവും സാധ്യമായ വിപണിയും ഉറപ്പുവരാത്തിടത്തോളം വായ്പകളെ ആശ്രയിച്ച് വലിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇതിന് വിപരീതമായ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അത് വലിയ കെണിയാകുമെന്നാണ് സൗദ് പറഞ്ഞു വെക്കുന്നത്. പ്രതിപക്ഷവുമായും പാർലമെന്റിൽ ഹാജരായ എല്ലാ കക്ഷികളുമായും കൂടിയാലോചനത്തിന് ശേഷം മാത്രമേ BRI സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കാവൂ എന്ന് നിയമനിർമ്മാതാവ് സൗദ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വായ്പകളുടെ പലിശയുടെ ശതമാനം ADBയുമായും ലോകബാങ്കുമായും സന്തുലിതാവസ്ഥയിലായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ചർച്ചകൾ ആ ദിശയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേശീയ സമവായം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഈ വിഷയത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാവൂ എന്നാണ് പറയുന്നത്. 1 അല്ലെങ്കിൽ 1.5% കൂടുതൽ പലിശ നിരക്ക് നൽകിയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് വായ്പയെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി നേപ്പാളി പ്രധാനമന്ത്രി പാർലമെന്റിനെ അറിയിച്ചതിനു ശേഷമാണ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രതികരണം. 2017 മെയ് 12 നേപ്പാളും ചൈനയും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ചട്ടക്കൂടിന് കീഴിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന് ഒരു ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു. അന്നത്തെ നേപ്പാൾ വിദേശകാര്യ സെക്രട്ടറി ശങ്കർദാസ് ബൈരാഗിയും ചൈനീസ് അംബാസിഡർ യു ഹോഗും ആണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. BRI ചട്ടക്കൂടിൽ ഒപ്പിട്ടിട്ടും അതിന്റെ ഒരു പകർപ്പ് പൊതുസഞ്ചയത്തിൽ ലഭ്യമല്ല. വിഷയമുന്നയിച്ച് നേപ്പാളി കോൺഗ്രസ് നിയമസഭാംഗം രാജേന്ദ്ര ബജ്കേൻ നേപ്പാളും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ പകർപ്പ് പരസ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നോക്കൂ, വ്യാപാരം, റോഡ് കണക്ടിവിറ്റി, വിവരസാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ചൈനയും നേപ്പാളും 12 കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. നേപ്പാളും ചൈനയും തമ്മിൽ ഒപ്പിട്ട കരാറുകൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, നേപ്പാളിലെ ദേശീയ ആസൂത്രണ കമ്മീഷനും ചൈനയുടെ ദേശീയ വികസന പരിഷ്കരണ കമ്മീഷനും തമ്മിലുള്ള സഹകരണം, ഹരിത കുറഞ്ഞ കാർബൺ വികസനത്തിൽ സഹകരണം, കൃഷി, കന്നുകാലി, മത്സ്യബന്ധനം എന്നീ മേഖലകളിലെ സഹകരണം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, നവീകരണം എന്നീ മേഖലകളിലെ സഹകരണം, മാനവ വിഭവശേഷി വികസന മേഖലയിലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേപ്പാളിൽ നിന്ന് ചൈനയിലേക്കുള്ള ചൈനീസ് ഔഷധത്തിനായുള്ള സസ്യങ്ങളിൽ നിന്നുള്ള ഔഷധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഫൈറ്റോ സാനിറ്ററി ആവശ്യകതകളുടെ ഒരു പ്രോട്ടോകോളിലും അവർ ഒപ്പുവച്ചിരുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ന്യൂ സിൽക്ക് റോഡ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഇത് ചൈന ആരംഭിച്ച ഒരു തന്ത്രമാണ്. ഇത് പ്രാദേശിക ഏകീകരണം മെച്ചപ്പെടുത്തുന്നതിനും വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനുമായി കര സമുദ്ര ശൃംഖലകൾ വഴി ഏഷ്യയെ ആഫ്രിക്കയുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹാൻ രാജവംശത്തിന്റെ കാലത്ത് സ്ഥാപിച്ച സിൽക്ക് റോഡ് എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് 2013 ഈ പേര് ഉപയോഗിച്ചു. നൂറ്റാണ്ടുകളായി ചൈനയെ യുറേഷ്യ വഴി മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരു പുരാതന വ്യാപാര പാത. BRIയെ വൺ ബെൽറ്റ് വൺ റോഡ് എന്നും വിളിച്ചിരുന്നു. 2013 പ്രസിഡന്റ് ഷീ ജിൻപിങ് ആരംഭിച്ച കിഴക്കൻ ഏഷ്യയെയും യൂറോപ്പിനെയും ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ബന്ധിപ്പിക്കുന്നതിനാണ് വികസന നിക്ഷേപ സംരംഭങ്ങളുടെ വിപുലമായ ശേഖരം ആദ്യം വിഭാവനം ചെയ്തത്. പിന്നീടുള്ള ദശാബ്ദത്തിൽ പദ്ധതി ആഫ്രിക്ക, ഓഷ്യാനിയ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. ചൈനയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇതൊരു പാതയായി. ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി, തടസ്സമില്ലാത്ത വ്യാപാരം, സാമ്പത്തിക ഏകീകരണം, ആളുകളെ ബന്ധിപ്പിക്കുന്നതും തുറമുഖങ്ങൾ, റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, പവർ പ്ലാന്റുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ എന്നിവയ്ക്കായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെ വലിയ നിക്ഷേപ പദ്ധതിയുമായി BRI ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൊജക്ട് ഫിനാൻസ്, റിസ്ക് ലഘൂകരണ ഉപകരണങ്ങൾ, ഗ്രീൻ ഫിനാൻസ് എന്നിവയുടെ കൂടുതൽ ഉപയോഗം ഉൾപ്പെടെയുള്ള ഉയർന്ന നിലവാരമുള്ള നിക്ഷേപത്തിന് BRI ഇപ്പോൾ കൂടുതൽ ഊന്നൽ നൽകുന്നുവെന്നും വിവരമുണ്ടായിരുന്നു. 2020 മാർച്ച് വരെ ചൈനയുമായി ധാരണാപത്രം ഒപ്പിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ചേർന്ന രാജ്യങ്ങളുടെ എണ്ണം 138 ആണ്. എന്തായാലും നേപ്പാളിന്റെ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.